breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. There's a stirring in the ocean, there's a rhythm in the waves. It's a calling deep within your bones, and it cannot be contained. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. We will go. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. We will go. തുക നീ മനമേയ പരനെ വാഴ്ത്തുക വാഴ്ത്തുക ദാൻ ശുദ്ധനാമത്തെ പേർത്തോ വാഴ്ത്തുക ദാൻ ശുദ്ധനാമത്തെ പേർത്തോ പാർത്ഥിവൻ താനുപകാരത്തെ ഓർത്തോ പാർത്ഥിവൻ താനുപകാരത്തെ ഓർത്തോ വാഴ്ത്തുക നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സ്മൃതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും ഉണ്ടാവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവാസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ആമേൻ അവന് തക്ക തുണയെ നൽകിയ കർത്താവ് പ്രിയ കുഞ്ഞിന് സമയമായപ്പോൾ അവിടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ഭാവി ക്രമീകരണങ്ങൾക്കായി നമുക്ക് ഒരു നിമിഷം ദൈവത്തോടൊന്ന് നന്ദി പറയാം. സ്തോത്രം. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവം, ആലോചനകളിൽ വലിയവനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തനായ ദൈവം, വാത്സല്യ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആമേൻ അവരെ മാനിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം. ദൈവത്തെ മാനിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന പ്രിയ റോയ് സാറിനെയും കുടുംബത്തെയും തലമുറകളെയും ദൈവം ഓർക്കുവാൻ
വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചു. പ്രിയ പൈതലിൻ്റെതായിട്ടുള്ള ഭാവി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉചിതമായ ശ്രേഷ്ഠമായ ക്രമീകരണങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ഇതുവരെയും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചിന്തിക്കാനിടയായി. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ദൈവസഭയുടെ നടുവിൽ വച്ച് അവാക നിശ്ചയ ശുശ്രൂഷ നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷയ്ക്കായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അഭിഷക്തന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാനായി സ്തോത്രം ചെയ്യാം. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ആമേൻ വരന്റെ ഭാഗത്തു നിന്നുള്ള പ്രിയമുള്ളവരെ ദൈവം കരുതേണ്ടതിന്, സമയത്ത് കൊണ്ടുവരേണ്ടതിന് നമുക്ക് ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് നടക്കുന്ന സമസ്ത ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച്, ആ നിറവനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ കയ്യൊപ്പ് ലഭിക്കേണ്ടതിന്, ആമേൻ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആമേൻ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകേണ്ടതിന് ഇന്ന് പകൽ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമാണ്. പ്രിയ കർത്താവേ ദൈവമേ, വാത്സല്യ പ്രിയ റോയ് സാറിന്, പ്രിയ കർത്താവേ റൈറ്റ് സിസ്റ്ററിന്, അവർക്ക് ദൈവം ദാനം ചെയ്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ തലമുറയെ മാനിച്ചു. കർത്താവെ പ്രത്യേകമായിട്ട് ദൈവമേ ഹല്ലേലൂയ പ്രിയ റൈമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുഞ്ഞിന്റെ അതേ കർത്താവെ ജനനം മുതൽ ഈ സമയം വരെയും നീ അവളെ നടത്തിയ ദൈവമാകയാൽ സ്തോത്രം. നീ അവളെ കരുതിയ ദൈവമാകയാൽ സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടെ ജനനവേള മുതൽ അവളെ ഈ സമയം വരെ നടത്തിയ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കൂടെ ഇരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ കൊച്ചുപ്രായത്തിൽ കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനയൊക്കെ പ്രമാണിച്ച് അങ്ങയെ ഭയഭക്തിയോടെ മാതൃകയോടെ അവനെ സേവിപ്പാൻ അവളായിരുന്ന മേഖലകളിൽ, വിദ്യാഭ്യാസ ഇടങ്ങളിൽ, അവളായിരുന്ന രാജ്യങ്ങളിൽ, സംസ്കാരങ്ങളിൽ നീ അവളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ കാലം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, നീ അവളെ അനുഗ്രഹിക്കണമേ. അവൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പൈതലിന് വേണ്ടി പ്രിയ കർത്താവേ ജസന്മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ അവനെ അനുഗ്രഹിക്കണമേ, അവന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭയുടെ നടുവിൽ വെച്ച് കർത്താവേ തീരുമാനങ്ങൾ എടുത്ത് അതേ വിവാഹ നിശ്ചയം ചെയ്യേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ അയക്കണമേ, ദൈവജനത്തെ കൊണ്ടുവരണമേ. ഈ സന്തോഷവേളയിൽ വാത്സല്യ കർത്താവേ പ്രിയ പൈതലിന്റെ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരി കുടുംബത്തെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയമുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ സാന്നിധ്യം, ആത്മാർത്ഥമായ പ്രാർത്ഥന, സഹകരണം ഇന്ന് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ റൈമാമോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അവിടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ഉയർച്ചകളും, എല്ലാ ഉദവികളും, സന്തോഷമുള്ള കാലങ്ങളും, ആശ്വാസ നന്മ കാലങ്ങളും, അനുഗ്രഹത്തിന്റെ ദിവസങ്ങളും, ആമേൻ, ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളും അവൾക്കുണ്ടാകട്ടെ. അവൾക്കായി ഒരുക്കപ്പെട്ട പൈതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സന്തോഷവേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കണമേ. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമന്തവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നാമോടും പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ഇന്ന് നടക്കുന്ന വിശേഷ ശുശ്രൂഷയോടുകൂടെയും കർത്താവിന്റെ വരവരെയും പ്രിയ ബദലിനോടുകൂടെ എപ്പോഴും എന്നാളും ഇരിക്കുമാറാകട്ടെ. ജയന്ദ്രീ ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. I get lost in this moment. I never want
പ്രവൃത്തിയും കരണം വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം നൽകിയ എല്ലാ ആത്മീയ നന്മകൾക്കായും ഭൂതി നന്മകായും ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, പ്രതികാല കർത്താവേ, ഈ എൻഗേമിൻ്റെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി നടത്തരുമാറവണയും പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് കർത്താവേ, അഭിഷിദാസന്മാരെല്ലാം കരുണ ഉപയോഗിക്കുമാറവണയും പ്രാർത്ഥിക്കുന്നു. സർവ്വ പ്രാർത്ഥനകളും യാതൊരു കേട്ടിരിക്കുക എല്ലാം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെയാരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോലെ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെയാരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോലെ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഒരുമിച്ച് പാടാം. ഒരു നാളും ഓരോ നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല,
എൻ്റെ യേശു എത്ര നല്ലവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. ശബ്ദമുയർത്തി ഒരിക്കലും യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു ആരിലും ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വളരെ സന്തോഷം നിറഞ്ഞ ഈ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു പ്രത്യേക സമയമാണ് ഈ ടൈം. അതുകൊണ്ട് എല്ലാവരും ദൈവ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാപൂർവവും വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ആദ്യോടന്തം നിങ്ങൾ പങ്കെടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ ആഗതരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ ഓർക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ നോർത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ IPC നോർത്ത് സെൻട്രലിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന കൃതദാസൻ പ്രൊഫസർ കെ ഷാമുവൽ അവരുകൾ നമ്മുടെ ഈ പ്രത്യേക അതേ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട്. സ്വാഗതം ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പെരുമ്പട്ടയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വരൻ്റെ ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ട പാസ്റ്റർ റെജി ഫിലിപ്പ് അവരുകൾ ഈ സ്റ്റേജിൽ ആഗതനായിട്ടുണ്ട്. പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പാസ്റ്റർ സ്റ്റാൻലി ജോസ്, അതുപോലെ തന്നെ ഈ സഭയുടെ സെൻട്രൽ ചർച്ചിൻ്റെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ സാം, മറ്റ് വിലപ്പെട്ട കർത്തൃദാസന്മാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. പാസ്റ്റർ ചാക്കോ വർഗീസ്, അവരെല്ലാം ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്നും ഈ ഫംഗ്ഷനിലോട്ട് വന്നിട്ടുള്ള എല്ലാ ബന്ധുപത്രാദികളെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും ആദരപൂർവ്വം ഞാൻ വന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട വരൻ്റെ ഭവനത്തിലുള്ള വാത്സല്യ പിതാവ് മാതാവ്, സ്തോത്രം പ്രിയ വരൻ ജസൻ, സ്തോത്രം. അതുപോലെ റൈമയുടെ ഫാദർ പ്രിയ റോയ് സാർ, സ്തോത്രം. പ്രിയപ്പെട്ട വാത്സല്യ മകൾ സിസ്റ്റർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, എല്ലാ ബന്ധുപത്രാദികളെയും ഞാൻ സ്നേഹപൂർവ്വം വന്ദനം അറിയിക്കുന്നു. കർത്താവ് പ്രത്യേകം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആലോചനയിൽ വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ പ്രത്യേക മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ആലോചന, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, ദൈവാലോചനയുടെ ശ്രേഷ്ഠത എല്ലാം ഈ മീറ്റിങ്ങിലുണ്ട്. ഇടയ്ക്ക് നല്ല ഗാനങ്ങളിലൂടെയൊക്കെ ദൈവത്തെ നമുക്ക് ഉയർത്താം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളിലുമേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവിടെ ഈ പ്രകാരം നമ്മെ വിളിച്ചു കൂട്ടിയ ഉദ്ദേശം എന്താണെന്ന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ ഈ ടൈമിൽ മുൻപോട്ട് വന്ന് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവരങ്ങൾ പറയുന്നതാണ്. ആദ്യമായിട്ട് പ്രിയ റോയ്മയുടെ പിതാവ് മുൻപോട്ട് വന്ന് ഈ കാര്യങ്ങൾ നമ്മെ അറിയിക്കും.
നമ്മൾ കൂടി ഇതിൻ്റെ ഉദ്ദേശം നമ്മോട് അറിയിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കാരണം പേരായി എടുത്തു പറയുമ്പോൾ നമുക്കറിയാം സമയം വളരെ ചുരുക്കമാണ്. നമ്മുടെ പറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹത്തോടുകൂടി ഓരോരുത്തരുടെയും ബഹുമാനപ്പെട്ട ദൈവദാസൻ, സഭാ ശുശ്രൂഷകൻ, സെൻട്രൽ പാസ്റ്റർ, മിനിസ്റ്റേഴ്സ്, അതുപോലെ വരൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന എല്ലാ സ്നേഹിതർ, അതുപോലെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, കുടുംബം, അതുപോലെ എൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വരുന്ന അതുപോലെ ദൈവദാസൻ, മറ്റുള്ള എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടെ വിളിച്ച് കൂട്ടിയതിൻ്റെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ എൻ്റെ റേച്ചൽ തോമസ്, അതുപോലെ 2 മകളാണ്, രചന റോയ് ആൻഡ് റൈമ റോയ്. അത് രണ്ടാമത്തെ മകളുടെ വിവാഹം പ്രിയ പെരുമ്പട്ടിയിലുള്ള വർഗീസ് തോമസ് പാസ്റ്ററുടെ ബ്രദറിൻ്റെ മകൻ ജെസൻ തോംസൺ വർഗീസും, അതുപോലെ മാതാവായ ജെസ്സി വർഗീസിൻ്റെയും ഞങ്ങളുടെ 2 കുടുംബങ്ങളും തീരുമാനിച്ചതനുസരിച്ച് ഒരു വിവാഹത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ 2 കുടുംബങ്ങളും തീരുമാനിച്ചു. ഇതിൻ്റെ വിവാഹ ശുശ്രൂഷയ്ക്ക് ബന്ധത്തിലുള്ള ഡേറ്റിലേക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ചെയ്യുവാനാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആ കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഇരിക്കുന്നു. ആമേൻ. തുടർന്ന് ഇരുഭവനങ്ങളുമായിട്ടുള്ള ധാരണ എന്താണെന്നുള്ളത് നമുക്കത് വ്യക്തമാക്കണം. അതുകൊണ്ട് വരൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ ആരെങ്കിലും മുൻപോട്ട് വന്ന് എടുത്തിട്ടുള്ള തമ്മിലുള്ള ധാരണ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അത് അനുഗ്രഹമാണ്. പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, പ്രത്യേകാൽ ഈ ഫംഗ്ഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അത് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ കെ സാമുവേൽ, അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ ഒരു വാക്കുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ അത് ഓർമ്മയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷങ്ങൾ ഗുജറാത്ത് സ്റ്റേറ്റിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. തുടർന്ന് അദ്ദേഹം ട്രിവാൻഡ്രത്ത് വന്ന് താമസമാക്കി ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അത് ചുമതലയേറ്റ് അനുഗ്രഹീതമായ ശുശ്രൂഷ നയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനിടയായി. ദീർഘനാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേദി ഒരുമിച്ച് പങ്കിടുവാൻ തക്കവണ്ണമായിട്ട് ലഭിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇവിടെ മുമ്പേ ഓർപ്പിച്ചതുപോലെ അത് ബ്രദർ റോയ് എബ്രഹാമിൻ്റെയും സിസ്റ്റർ റിനി റേച്ചൽ എബ്രഹാമിൻ്റെയും മകൾ റൈമ റോയിയും എൻ്റെ സഹോദരൻ വർഗീസ് തോമസിൻ്റെയും പ്രിയ വൈഫ് ജെസ്സി വർഗീസിൻ്റെയും മകൻ ജസനും തമ്മിലുള്ളതായിരിക്കുന്ന വിശുദ്ധ വിവാഹം ത്തെക്കുറിച്ച് ആലോചന വരികയും ആ കാര്യങ്ങൾ ഇരു കുടുംബങ്ങൾ തമ്മിൽ ഞങ്ങൾ സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുവാൻ തക്കവണ്ണമായിട്ട് ഇടയായി തീർന്നു. ദൈവഹിതമായാൽ ഈ 17-ാം തീയതി തിങ്കളാഴ്ച IPC ഫിലദൽഫിയ സഭയുടെ ചുമതലയിൽ പെരുമ്പട്ടിലുള്ളതായിരിക്കുന്ന കൊച്ച് ഊഴത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10:30 മണിക്ക് വിവാഹ ശുശ്രൂഷ നടത്തി വരൻ്റെ ഭവനത്തിലെ പ്രവേശനം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ തീരുമാനത്തിന് വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, തുടർന്നുള്ള കാര്യങ്ങൾ അത് ദൈവദാസൻ ക്രമീകരിക്കും ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു ധാരണ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇരുഭാഗങ്ങളിൽ നിന്നും അത് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. ഡോക്ടർ റൈമ റോയ്, ജസൻ തോമസ് തമ്മിലുള്ള വിശുദ്ധ വിവാഹം, അവരുടെ ധാരണ 2025 ഫെബ്രുവരി 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 പെരുമ്പട്ടി IPC ഫിലദൽഫിയ സഭയുടെ ചുമതലയിൽ വിവാഹം നടത്തി വരൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനാണ് ധാരണ.
അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ധാരണയിലാകൊണ്ട് ഇത് രേഖയാക്കേണ്ട ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഉള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമായ ഒരു ടൈമാണ് ഇത്. ആമേൻ, സ്തോത്രം. ഇരു കുടുംബങ്ങൾക്കും പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും വളരെ സന്തോഷമായിട്ടുള്ള ഈ സമയം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലായിരിക്കാം. ഇപ്പോൾ നമുക്ക് വധുവരന്മാരെ ഒന്ന് കാണാൻ ഉള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകേണ്ടതാണ്. അത് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. Before I spoke a word, you were singing over me. You've been so, so good to me. Before I took a breath, you breathed your life in me. Yeah. You've been so, so kind to me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, leaves a 99. I couldn't earn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love of God. Snow shadow you want light up, mountain you want climb up, coming after me. Snow wall you want kick down, lie you want tear down, coming after me. Snow shadow you want light up, mountain you want climb up, coming after me. Snow wall you wanna kick down, lie you want tear down, coming after me. Snow shadow you want light up, mountain you want climb up, coming after me. Snow wall you wanna kick down, lie you want tear down, coming after me. Snow shadow you want light up, mountain you want climb up, coming after me. Snow wall you wanna kick down, lie you want tear down, coming after me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, leaves a 99. I couldn't earn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love of ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ധാരണ നമ്മൾ കേട്ടു. 2025
ഫെബ്രുവരി മാസം 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 IPC ഫിലദൽഫിയ പെരുമ്പട്ടി സഭയുടെ ചുമതലയിൽ പെരുമ്പട്ടി കൊച്ചുതാഴത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വാകാശുശ്രൂഷ നടത്തുക, വരൻ ഭവനത്തിൽ പ്രവേശിക്കുക. ഇതാണ് ധാരണ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് സദസ്സിനെ അറിയിക്കുന്നു. ഒന്നുമല്ലാതെ മാറിയേനെ, ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനെ, ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വർണ്ണിച്ചിടാ പോരാ യേശുനാഥാ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ പോരാ യേശുനാഥാ, നിന്റെ സ്നേഹം നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനെ, ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. உம்மை மறக்க முடியாதன்பே, உம்மை பிரியவும் முடியாதன்பே, உம்மை மறக்க முடியாதன்பே, உம்மை பிரியவும் முடியாதன்பே. യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ യേശുവേ, യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ യേശുവേ, യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ യേശുവേ, യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ. ദൈവഇഷ്ടമായാൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ പെരുമ്പട്ടി വില്ലേജിൽ കൊയ്രത്ത് വീട്ടിൽ പിതാവ് കെ വർഗീസ് തോമസ്, മാതാവ് ജസി വർഗീസ് ദമ്പതികളുടെ മകനും IPC ഫിലദൽഫിയ ചർച്ച് പെരുമ്പട്ടി സഭാംഗവുമായ ജസൻ തോമസ് വർഗീസ്, തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ പട്ടം വില്ലേജിൽ പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ പിതാവ് റോയി എബ്രഹാം, മാതാവ് റിനി റൈച്ചൽ തോമസ് ദമ്പതികളുടെ മകളും ഉള്ളൂർ IPC ചർച്ച് തിരുവനന്തപുരം സഭാംഗമായ ഡോക്ടർ റൈമ തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് ഫെബ്രുവരി മാസം 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 IPC ഫിലദൽഫിയ പെരുമ്പട്ടി സഭയുടെ ചുമതലയിൽ പെരുമ്പട്ടി കൊച്ചുതാഴത്തിൽ ആഡ്യൂറത്തിൽ വച്ച് വിവാഹം നടത്തി
വരൻ്റെ ഭവനത്തിൽ പ്രവേശിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ സാക്ഷികൾ, ഇരുസഭകളുടെ സാക്ഷികളുണ്ട്, കർത്തൃദാസന്മാരുണ്ട്, വരൻ വധു അവരുടെ സൈൻ ഉണ്ട്. ഇപ്പോൾ ഈ രേഖ നമ്മൾ കൈമാറുകയാണ്. ദൈവസമൂഹത്തിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പ്രാർത്ഥനയോടുകൂടെ കൈമാറാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. രേഖ കൈമാറട്ടെ. രേഖ വാങ്ങിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൂടെ. സ്തോത്രം. ഒന്ന് കൈകൾ തട്ടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വളരെ സന്തോഷം ഉള്ള ഒരു സമയമാണ് നമുക്ക്. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക്, സഭകൾക്ക് പ്രത്യേകമായി ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട്, ആമേൻ, സ്തോത്രം. കർത്താവിന് ഒരു താമസമെങ്കിൽ ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച പെരുമ്പോട്ടിയിൽ വെച്ച് വിവാഹ ശുശ്രൂഷ ആശീർവദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഭ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ആരും അലക്ഷ്യമെടുക്കാതെ എല്ലാവരും കണ്ണുകൾ മൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായുള്ള ഈ സന്ദർഭത്തിനായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവദാസന്മാരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ബന്ധുമുത്താദികളുടെയും നടുവിൽ വെച്ച് കർത്താവെ, ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം, അതിൻ്റെ രേഖ കൈമാറുവാൻ തക്കവണ്ണം ഇത്തരുണത്തിൽ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. ആലോചനയിൽ വലിയവനായ ദൈവം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ആലോചനയിൽ കൂടെ ഇരുന്നല്ലോ. പ്രത്യേകിച്ച് കർത്താവെ, കൊയറത്തെ പ്രിയ സാനജായൻ KV തോമസിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബത്തിൽ ദൈവം ദാനമായി നൽകിയ തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ ജസിന് വിവാഹപ്രായമായപ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവസഭയും കുടുംബാംഗങ്ങളും ആ വിഷയത്തിൽ താല്പര്യത്തോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ആമേനെ, ഈ പ്രിയപ്പെട്ട ഭവനത്തിലെ പ്രിയമോള് റൈമ, അവൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതനുസരിച്ച് അവിടുത്തെ സമയമായപ്പോൾ കർത്താവ് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ വരികയും ഇന്ന് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വരവ് താമസിച്ചാൽ കർത്താവെ, 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ പെരുമ്പട്ടി സഭയുടെ ചുമതലയിൽ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് കർത്താവെ കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ ഇരു കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് നിയുക്ത വരനെയും നിയുക്ത വധുവിനെയും അവരുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുകയും കർത്താവെ, ആമേൻ, തക്ക സമയത്ത് ക്ഷേമമായിട്ട് പെരുമ്പട്ടിയിൽ ആമേൻ വിവാഹത്തിന് വേണ്ടി വന്നു ചേർന്ന് ആത്മീക ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളിൽ ഇപ്പോൾ സാധിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉള്ളൂർ സഭയ്ക്കായും കർത്താവിൻ്റെ ദാസൻ ബാബു ജോസഫിനായും അവിടെയുള്ള പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. പെരുമ്പട്ടി സഭയ്ക്കായും അവിടെയുള്ള ദൈവജനത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇരു ഭവനങ്ങളിലെയും അമ്മ കുടുംബാംഗങ്ങളായി, സഹോദരങ്ങളായി, ബന്ധുമുത്താദികളായിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരു സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തണമേ. അവിടുന്ന് കർത്താവെ, ഈ വിവാഹ നിശ്ചയം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുമ്പോൾ വലിയ ഒരു ആത്മീയ സന്ദേശം ഞങ്ങൾ നൽകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ചേർക്കുവാൻ, ആകാശമേഘത്തിൽ വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ഇന്ന് ഒരിക്കൽ കൂടെ ഓർക്കുവാൻ, അതിലേക്ക് എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ കർത്താവെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് എന്ന് ആമേൻ, കർത്താവുമായുള്ള ബന്ധത്തിലുള്ള വിവാഹ നിശ്ചയം അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുവാൻ കൃപ തരണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷം ഉണ്ട്. പ്രത്യേകമായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇരു ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് വരാൻ താമസമെങ്കിൽ ഈ വരുന്ന 17-ാം തീയതി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ആമീൻ പെരുമ്പട്ടിയിൽ നടക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇതിൻ്റെ സാക്ഷികളാകും. ആമീൻ, സ്തോത്രം. ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ളവരുടെ യാത്രയിൽ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ഉദവികളും, നന്മകളും, എല്ലാ ആശ്വാസങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റോയ് സാറ് ഫാമിലി ഉള്ളൂർ സെൻട്രൽ ചർച്ചിൻ്റെ അഭിമാനമാണ്. ഞങ്ങളുടെ ചർച്ചിന് അഭിമാനമായി തന്നെ നിൽക്കുന്ന ഒരു കുടുംബം, ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നൊരു കുടുംബം, കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ നാമത്തിനും എപ്പോഴും പ്രയോജനപ്പെടുന്ന, എന്നെന്നും
ആമേൻ പ്രയോജനപ്പെടുന്ന കുടുംബമാണ്, മാതൃകയുള്ള കുടുംബം. ആമേൻ സ്തോത്രം. ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന അഭിഷിക്തനാണ് പ്രിയ റോയ് സാറ്. ആമേൻ വളരെ മാതൃകയോടെ നിൽക്കുന്ന, വളരെ വിനയമായി നിൽക്കുന്ന ആമേൻ സ്തോത്രം കർത്താവിൻ ദാസിയാണ് പ്രിയ മോളുടെ മമ്മി. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ റൈമയുടെ സഹോദരി കുടുംബം, അവർ UK-യിലാണ്. അവർ വളരെ മാതൃകയോടുകൂടെ കർത്താവിനെ പിൻപറ്റുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മീയമായും എല്ലാം അവർ വളരെ മുൻപിലാണ്. ദൈവത്തിന് സ്തോത്രം. അവരിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. റോയ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ ആമേൻ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. ആമേൻ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ്. ആമേൻ സ്തോത്രം. ദൈവം പ്രിയ സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ മക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രിയ ജസൻ്റെ ഫാമിലി. വളരെ അനുഗ്രഹിക്കപ്പെട്ട പെരുമ്പട്ടി സഭയിൽ മാതൃകയോടെ നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ നിൽക്കുന്നു. അവരുടെ ആമേ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്ക് അഭിമാനമായി നിൽക്കുന്ന ആ കുടുംബത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം പദ്ധതിയിൽ ഇങ്ങനെ ഒരു ആമീൻ അതേ ബന്ധം ദൈവം ഒരുക്കിയിരുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് സാക്ഷികളാകാനും ഇടയായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ടൈം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആമേൻ സ്തോത്രം ഈ ശുശ്രൂഷയുടെ ഒരു അവസാന ടൈമിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഷോർട്ട് മെസ്സേജ്. ആമേൻ സ്തോത്രം. ഈ നിശ്ചയ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം ആമേൻ നമുക്ക് നൽകിക്കൊണ്ട്, ഒരു സന്ദേശം നൽകിക്കൊണ്ട് കർത്തൃദാസൻ നമ്മോട് സംസാരിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ. സകല ബഹുമാനത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ സ്വർഗീയ പിതാവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ ദൈവമായ കർത്താവ് തൻ്റെ മുൻനിർണയപ്രകാരം ക്രമീകരിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട അത് കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള നന്ദിയോടുകൂടെ നമുക്ക് ഏവർക്കും ഇത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലത്തിനും നമുക്ക് മഹത്വം കൊടുക്കാനുള്ളത് സർവശക്തനായ ദൈവത്തിനാണ്. ദൈവമാണ് വിവാഹത്തിൻ്റെ ആരംഭം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. അത് ദൈവത്തിന് ബോധ്യമായി. ദൈവത്താൽ ദൈവിക തേജസ്സിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യൻ ഏകനായിരുന്നപ്പോൾ അത് ഏകാന്തതയായി മാറി. ദൈവത്തിന് മനസ്സിലായി നന്നല്ലെന്ന്. അങ്ങനെ ദൈവം തനിക്ക് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കുവാൻ ക്രമീകരിച്ച പദ്ധതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി. ദൈവമക്കളെ, സമയം വളരെ ചുരുക്കി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിലിരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ പ്രിയ സാനച്ചൻ ഇവിടോട്ട് വന്നപ്പോൾ ഞാനങ്ങ് ഇതായിപ്പോയി. പ്രിയ മോൻ്റെ പപ്പ ആ പെരുമ്പട്ടിയിൽ ആ ഭവനവുമായിട്ട് ആ കുടുംബമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയവും കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ KV എബ്രഹാം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നോർത്തേൺ റീജിയൻ്റെ ദീർഘകാല സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ആ ദൈവഭൃത്യൻ ഗാന്ധിധാം പ്രദേശത്ത് താമസിച്ചുകൊണ്ട്, ഗുജറാത്തിൽ ഗാന്ധിധാം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായി എല്ലാ വിധത്തിലുമുള്ളതായ അതേ ദൈവികമായ മഹത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ തൻ്റെ ദാസനെ കുടുംബമായി, തൻ്റെ സഹോദരങ്ങളെ കുടുംബമായി, അവരുടെ കുഞ്ഞുങ്ങളെ കുടുംബമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം.
നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷയ്ക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗുജറാത്തിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭം കുറിച്ച ദൈവഭൃത്യനാണ് പാസ്റ്റർ കെ വി എബ്രഹാം. അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് അടുത്തടുത്ത് പാർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോസഫ് സാറിൻ്റെ മകൻ പ്രിയ തങ്കച്ചൻ അഥവാ വർഗീസ് ജോസഫ് ആണ് ഇവിടെ വന്ന ആദ്യം അല്പ വാക്കുകൾ എന്നെക്കുറിച്ച് ഓർപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ദീർഘവർഷങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. എൻ്റെ സാന്നിധ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങേതായി ഞാൻ മുന്നേ അറിഞ്ഞില്ല, ഞാൻ വിവാഹ നിശ്ചയമുണ്ടെന്ന് അറിയാമെങ്കിലും പെരുമ്പട്ടിയിലാണെന്നും സാനത്തിൻ്റെ മകനും റോയ് സാറിൻ്റെ മോളുമായിട്ടുള്ള വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്നൊന്നും അത്രയും വേണ്ടവണ്ണം ഗ്രഹിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. ദൈവത്താൽ സംഭവിക്കുന്നു, ദൈവത്താൽ വരുന്നു. 2-3 വാക്യം വായിച്ച് കേൾപ്പിക്കുക. അല്പസമയം ഉണ്ടല്ലോ, ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം 56-ാം വാക്യം, അതേ 2 കൊരിന്തി 12-ാം അധ്യായം 2-ാം വാക്യം. എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കും. പെരുമ്പട്ടിയിൽ നിന്ന് വാത്സല്യ പ്രിയപ്പെട്ട ഒരു യാത്ര തിരിച്ചു ക്ഷമമായി പല കാര്യങ്ങൾ അവർ നേരത്തെ ചിന്തിച്ചാലോചിച്ച് കർത്തൃസന്നിധിയിൽ ഏൽപ്പിച്ച് അത് ഉറപ്പിച്ചൊക്കെയാണ് വന്നെങ്കിലും യാത്ര സഫലമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേർക്കും സന്തോഷിപ്പാൻ വഴിയുണ്ടല്ലോ. യാത്ര സഫലമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സഫലമായി യാത്ര ചെയ്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകുവാനുള്ള സമയമാണ്. പക്ഷേ ധൃതി വയ്ക്കരുത്. തിങ്കളാഴ്ച വരെ, 17-ാം തീയതി വരെ. എന്നാൽ ഒരു കാര്യം ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം. ഈ ചില ദിവസങ്ങൾ നിങ്ങൾ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മറ്റാരേക്കാളും നിങ്ങൾ രണ്ടുപേരും സമയം വേർതിരിച്ചിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബജീവിതം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ആ കുടുംബജീവിതം എല്ലാ വിധത്തിലും അങ്ങയുടെ നാമത്തിന് മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും തലമുറകളെ കർത്താവിനായി ഒരുക്കി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഉപയോഗിപ്പാൻ നീ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലെടുത്ത് മാനിക്കണമേ, അവിടുത്തെ മാനപാത്രങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിങ്ങൾ 2 സ്ഥലത്താണെങ്കിലും വളരെ പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ് കർത്താവ് തന്നിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവയാൽ ഒരുക്കപ്പെട്ടതായ കാര്യമായിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളരെ സന്തോഷിപ്പാനുണ്ട്. വിശേഷിയ പെരുമ്പട്ടിയിലെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 10-60 വർഷത്തിന് മുമ്പേ കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിക്കപ്പെട്ട് സത്യസുവിശേഷത്തിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, അന്നത്തെ അത് ഒരു ഡിഗ്രി എടുത്ത് ഒരു ജോലിക്കായിട്ട് പോകാൻ അധികം പേരില്ല. അങ്ങനെയുള്ള ആ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഡിഗ്രി എടുത്ത് ഗുജറാത്തിലേക്ക് പോയ പാസ്റ്റർ കെ വി എബ്രഹാം അവിടെ കണ്ട്ല പോർട്ടിൽ ചെന്ന് ജോലിക്ക് പ്രവേശിച്ചതാണ്. എന്നാൽ ജോലി രാജിവെച്ചു. അവർ 4 പേര് ജോലി രാജിവെച്ച് ജോലി വേണ്ട, കർത്താവിൻ്റെ വേലയാണ് വലുതെന്ന് മനസ്സിലാക്കി നശിച്ചു പോകുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ആയിരങ്ങളെ നേടുവാൻ. അതിശക്തിയായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഇന്ന് ഗാന്ധിധാമിൽ ചെല്ലാമെങ്കിൽ ഫാസ്റ്റർ സ്റ്റീഫൻ്റെ ചർച്ചിൽ ഏതാണ്ട് ഒരു 2500 പേരോളം ആ ചർച്ചിൽ ഇന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് ചുറ്റുപാടുകളിലും അദ്ദേഹം വേല സ്ഥാപിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ചിറങ്ങിയ ദൈവദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തു മാനിച്ചു നശിച്ചു പോകുന്നവരെ നേടുവാൻ ദൈവം ഒരുക്കിയതായ ഈ കുടുംബങ്ങളിൽ നിന്ന് വിശ്വസിച്ച പെരുമ്പട്ടിയിൽ പാസ്റ്റർ കെ വി എബ്രഹാമിൻ്റെ ആ കുടുംബത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഇപ്രകാരം ഒരു വിവാഹ കാര്യം നിശ്ചയിക്കപ്പെടുവാൻ ഇവിടെ വെച്ച് ദൈവം ഒരുക്കിയ എല്ലാ സാഹചര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരും.
കർത്താവ് വരുവാൻ താമസമെങ്കിൽ നിങ്ങൾക്ക് അനവധിയായ നന്മകൾ സ്വർഗീയ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളും സുവിശേഷത്തിൻ്റെ കാഹളം ഊതിക്കൊണ്ട് നിങ്ങളെ ആക്കുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി പ്രക്ഷോഭിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ശിഷ്യ, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയിൽ നിരന്തരമായി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതു തന്നെയായിരുന്നാലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളെ അഭിമുഖീകരിച്ചാലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ മാത്രമല്ല, മൂന്നാമനായി മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് കാണും പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചേർന്ന് ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കി ഭാരപ്പെട്ടും നെടുവേർപ്പെട്ടും യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന കർത്താവ് നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർന്ന് നടക്കുവാൻ, നിങ്ങളോടൊത്ത് വസിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ അതേ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു വിഷയം, ആരെങ്കിലും വേഗം വരുന്നവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്നുള്ളത് മനസ്സിലാക്കാതെയോ ആ വിവാഹത്തിനു വേണ്ടി നിശ്ചയം ചെയ്യാതെയോ ഇരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമാണ്. കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിപൂർണ പരിഹാരം വരുത്തി തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. തനിക്ക് വേളി കഴിപ്പാൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ആ സഭയെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. ആ കർത്താവിനോട് ചേരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവിനോടുകൂടി ഒന്നിച്ച് പാർക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്ന ആ സഭയാം ആ സൗധത്തിൻ്റെ അഥവാ സഭയാം ശരീരത്തിൻ്റെ തലയായി ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പൊരുളായ കാര്യം. ഇവിടെ നടക്കുന്നത് നിഴലായ കാര്യമാണ്. എന്നാൽ പൊരുളായ ക്രിസ്തു നമ്മളെ വേളി കഴിക്കുവാൻ അധികം താമസമന്യേ അതിവേഗത്തിൽ വരുവാൻ പോകുന്നു. അതിൻ്റെ എല്ലാ അതേ കാര്യങ്ങളും ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പല അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സഭയാം കാന്തയെ ചേർക്കുവാൻ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്, അതിനായിട്ട് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം അതേ ഫെബ്രുവരി മാസം 17-ാം തീയതി നടക്കുന്നത് പോലെ നമ്മുടെ കർത്താവുമായിട്ടുള്ള ഉടമ്പടി നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകൾ വിദൂരമല്ല. അതിനായി നാം ഒരുക്കപ്പെടാം, അതിനായി നാം സമർപ്പിക്കപ്പെടാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു സാവകാശം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ അതിനു വേണ്ടിയുള്ള സമയമാണ്. കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ രക്തം എൻ്റെ പാപത്തിന് പരിപൂർണ പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, എന്നെ ഇതാ നിനക്കായി സമർപ്പിക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നിന്റെ ജീവിതത്തിൽ രക്ഷിതാവും അതേ നിന്റെ സകല കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മമണവാട്ടിയായി തീരുവാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, എഫെസ്യർ 5:26 പറഞ്ഞിരിക്കുന്നത്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ ചുളുക്കം എന്നിവയില്ലാത്തവളായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയാം മണവാട്ടിക്ക് വേണ്ടി കർത്താവായ യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കാൽവറി മരണത്തെ നമുക്കൊന്നുകൂടെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആത്മമണവാളനായി കർത്താവ് വേഗം വരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. എനിക്ക് അല്പസമയം ഈ വിധത്തിൽ ക്രമീകരിച്ചു എന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം എല്ലാവിധത്തിലും സൗഭാഗ്യവും ധന്യമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോർപ്പൊരു ഓട്ടം തികച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമമഹിമയ്ക്കായി നിലകൊള്ളുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
കർത്താവ് എല്ലാം നന്നായി ചെയ്യും. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 11 അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. തിരുവെടുത്ത് പറയുന്നത് അങ്ങനെയാണ്. എല്ലാറ്റിനും ഒരു സമയ ക്രമീകരണമുണ്ട്, ടൈം സെറ്റിംഗ് ഉണ്ട്. നിശ്ചയമായിട്ടും പ്രിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ദൈവം ചെയ്തിരിക്കുന്ന ഒരു നന്മയാണ് ദൈവത്തിൻ്റെ സമയത്ത്. പ്രിയ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. IPC സെൻട്രൽ ചർച്ച് ഉള്ളൂർ സഭയുടെ ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതെ, IPC സെൻട്രൽ ചർച്ച് ഉള്ളൂരിന് റോയ് സാറ് അവിടെ വന്ന നാൾ മുതൽ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് അഡ്വൈസ് തരികയും ബാക്കിയുള്ള എല്ലാ രീതിയിലും കൈത്താങ്ക് തന്ന് സഭയെ മുന്നോട്ട് നയിക്കുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സെൻട്രൽ ചർച്ചിന് എന്നും അഭിമാനമായിട്ട് ദൈവദാസനും കുടുംബവും ഞങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് അതെ, ദൈവം തക്ക സമയത്ത് എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ദൈവമാണ്. ദേവദാസൻ ഇവിടെ പ്രസ്താവിച്ചതുപോലെ തക്ക സമയത്ത് ദൈവം എല്ലാം നന്നായിട്ട് ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിലെ ദൈവം അവർക്ക് നൽകട്ടെ, ധന്യമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ദീർഘവർഷങ്ങളിലൂടെ മാതാപിതാക്കളോടൊപ്പം ഇവർ പാർക്കുവാനിടയിൽ തീർന്നു. അവർക്ക് വേണ്ട കരുതൽ, നന്മകൾ, അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും മാതാപിതാക്കൾ നൽകുവാനിടയിൽ തീർന്നു. എന്നാൽ അവരുടെക്കാളധികം അവർ സ്നേഹിച്ച, അവരുമായി പരിചരിച്ച, അവരുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളെക്കാളധികം സുദീർഘമായൊരു സ്നേഹബന്ധത്തിലേക്ക് അവർ ഇന്നു മുതൽ എത്തുകയാണ്. അവർ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഉന്നതമായ പ്രൗഢഗംഭീരമായ സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ കൃപയാൽ ദൈവം ഇടയാക്കി തീർത്തു. വിവാഹ ജീവിതം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ. ആ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം അവരെ നൽകി ഐശ്വര്യമായി അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാൾ നിങ്ങളെ കൈവിടത്തില്ല, ഒരു നാൾ ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഞാൻ 24 hours എല്ലാ ദിവസവും ഇവരോടൊപ്പമുണ്ടെന്ന്. ദൈവനാമത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി തീരുവാൻ ഇവരുടെ തലമുറകളോട്, മാതാപിതാക്കളോട്, ഇവരെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിൽ ദൈവം രേഖപ്പെടുത്തിയ സകലവിധ വാഗ്ദത്ത നിവർത്തികളും വരും ദിവസങ്ങളിൽ പ്രാപിച്ച് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ തിരുവനന്തപുരം നോർത്ത് സെൻറ്ററിൻ്റെ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ ശുശ്രൂഷകന്മാരുടെയും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് ചെയ്ത എല്ലാ നന്മയ്ക്കും ആ കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. ദൈവമേ, അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. അവരുടെ ജീവിതയാത്രയിൽ നീ എല്ലാം ആകുന്നതിനായി സ്തോത്രം. വാഗ ദിവസത്തിലേക്ക് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. മംഗളകരമായ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ചില മിനിറ്റുകൾ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല.
സർവ്വനുഗ്രഹങ്ങളുടെ ഉറവിടമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സുഖസ്ഥ പിതാവേ, ഈ ദിവസത്തിൻ്റെ പകൽക്കാലം ഈ വിധമായി ഈ സ്ഥാനത്ത് പ്രിയ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ സംബന്ധമായി ഒരുമിച്ച് കൂടുവാൻ കൃപയും അനുഗ്രഹങ്ങളും അടിയങ്ങളുടെ മേൽ പകരുകയാ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ എല്ലാ കരുതലുകൾക്കുമായി ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു മുഖാന്തരമാണികൾക്ക് നൽകിയ പുത്രന്റെ സ്വീകാര്യത്തോടുകൂടെ അടികളെ ആവശ്യങ്ങളെ സ്തോത്രത്തിൽ അറിയിപ്പാനും അവിധമായി ഇന്ന് പകൽക്കാലം കൂടി വന്ന സമയം മുതൽ ഇതപ്രദമായി ശുശ്രൂഷകളെ അവിടെ നിന്ന് ആദരിച്ച് മാനിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. അവിടെ നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേകമായി ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ മക്കൾ കർത്താവേ, ആമേ സ്തോത്രം സ്തോത്രം, ആമേ ഇരുവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വല്ലഭത്വമുള്ള കരകുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് പിന്നെയോടൊന്ന് ബലപ്പെടുത്തി ശക്തിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരുവിധമായാൽ ആമേൻ 17-ാം തീയതി കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹകരമായി നടക്കുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യമുള്ള ഇരു ഭവനങ്ങളെ ഇരു കുടുംബങ്ങളെ കർത്താവേ, അവിടെ നിങ്ങളെ സഹായിക്കവേണ്ടതിനായി തൃങ്ങളേൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇത് സംബന്ധമുള്ള പോക്കിൽ വരൂലെല്ലാം ഈശ്വരന്റെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും പരിപാലിച്ച് കാര്യങ്ങളെ സാധ്യമാക്കി തീർത്ത് അവിടുത്തെ നാമത്തിന് മഹത്വം വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്താൽ ഇന്ന് പകൽക്കാലം അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി നിങ്ങളുടെ അഭിഷിക്തനെ ആത്മാവിന്റെ ശക്തിയോടെ നിയോഗത്തോടെ നിങ്ങൾ മധ്യം നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടല്ല എങ്കിൽ ആമേൻ ഇന്ന് സമയം കർത്താവ് ലഭ്യമായിരിക്കുന്ന ഈ പകൽക്കാലം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അങ്ങയുമായുള്ള ഉടമ്പടിയിൽ കർത്താവിന്റെ കാഹളധ്വനിക്ക് വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ കൃപ നൽകി അടികളിൽ ആമേൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമാന കൃപയെ മറച്ചാട്ട് ഇത്രത്തോളം അടികളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവത്തിന് പുകഴ്ചയ്ക്കായി പിന്നെയും പരിപാലിക്കും. അപ്പനാഥന പ്രത്യക്ഷതയ്ക്കായി അടികളിൽ പെരുമൊരുക്കും. യേശുവിൻ നാമത്തിനെ സുഖസ്ഥാപിതാവേ, നമ്മുടെ കർത്താവിന്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആ വഴിയണത്ത് പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിപാലും നാമേരോടും വിശേഷമായി ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളോടും 17-ാം തീയതി നടക്കേണ്ട വിവാഹ ശുശ്രൂഷകളോടും അത് സംബന്ധമായ ക്രമീകരണങ്ങളും ഇപ്പോഴും യേശു കർത്താവിന്റെ നാമത്തെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഭക്ഷണത്തെ ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അവിടെയും ഉണ്ടാകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ.
for you. Sitting there, sweatpants, t-shirt, and a comfy chair. Her hair in a bun, one hand on a mug, and the other one's playing snare. To a George Strait vinyl day, yes or no, Lionel get her close, but I don't think she can understand just how far I've been letting my heart fall and what's in my head. She don't know I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day. And I know she wouldn't mind if I did a little something like find a flight overnight to paradise and leave tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know, she don't know, she don't know I got some big, big plans. She don't know, she don't know, she don't know. I already bought a ring, hid it in the bottom left drawer right beside the sink. Shiny emerald diamond on a brand new band. Asked her mama for permission and her daddy for a hand. I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day. And I know she wouldn't mind if I did a little something like find a flight overnight to paradise and leave tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know, she don't know, she don't know I got some big, big plans. She don't know, she don't know. Well, here I go, 'cause right now we're back in her hometown, and I'm down on one knee. I guess she finally figured out I'm gonna ask her to marry me. I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day. And I know she wouldn't mind if I did a little something like find a flight overnight to paradise and leave tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know, she don't know, she don't know I got some big, big plans. She don't know, she don't know.
your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love I know that gives me strength.